ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ കാണിക്കുന്നത് വളാഞ്ചേരി വൈക്കത്തൂർ ശിവക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിൻ്റെ അവസാന ദിവസത്തെ ചെറിയ കാഴ്ചകളാണ് കേട്ടോ. ആക്ച്വലി ഞാൻ വലിയ പൂരം കാണാനൊന്നും പോയില്ല. രാത്രിയായി അവിടെ എത്തിയപ്പോൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് അവിടെ എത്തിയപ്പോഴേക്കും ഈ കാണുന്ന മേളവും ആറാട്ട് കഴിഞ്ഞിട്ടുള്ള മേളമാണിത്. ഇതൊക്കെ ആണ് അവിടെ നടന്നിരുന്നത്. 6 ദിവസത്തെ പൂരമാണ് വൈക്കത്തൂർ ശിവക്ഷേത്രത്തിലുള്ളത്. പണ്ട് ഈ 6 ദിവസം എല്ലാ നേരവും അവിടെ തെണ്ടി തിരിഞ്ഞ് നടന്നിരുന്ന ഞാനാണിപ്പോൾ ഏതെങ്കിലും ഒരു നേരത്ത് തൊഴുത് ഇമ്മാതിരി അവസാന ഘട്ടത്തിൽ ചെന്നെത്തുന്നത്. പിന്നെ സ്ഥിരം പൂരക്കാഴ്ചകളിലേക്ക് ഒരു ഇറക്കായിരുന്നു കേട്ടോ. ഷോപ്പിൽ നിന്ന് ചെന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പൂരക്കാഴ്ചകളിലാണെങ്കിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉള്ളത് കൊണ്ട് എനിക്ക് പരീക്ഷിക്കാനും ഇഷ്ടമാണ്. പിന്നെ ഇപ്പം സ്ഥിരം കൈകൊട്ടിക്കളിയാണല്ലോ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കൈകൊട്ടിക്കളി തിരുവാതിരക്കളി എന്നൊക്കെ പറഞ്ഞാൽ പോലും എല്ലായിടത്തും കാഴ്ചക്കാർ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഈ ചേട്ടൻ പറപ്പിക്കുന്ന ബൂസ്റ്റ് കുലുക്കി തന്നെ നമ്മൾ ആദ്യം സാപ്പിട്ടു. ഈ ചൂടത്ത് ബൂസ്റ്റ് കുലുക്കി കുടിച്ചാൽ അടിപൊളിയാണ്. പിന്നെ ഇവർക്കൊക്കെ പണിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സോങ്സ് ആണ് ഓരോ കൈകൊട്ടിക്കളി ടീമും അവരെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല എനർജിയിൽ ഇതെല്ലാം ചെയ്യാൻ തോന്നുകയും ചെയ്യും. നമ്മൾ ഈ വലിയ വലിയ പൂരങ്ങളുടെ ലിസ്റ്റ് ഇടുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ചെറുതായിട്ട് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചെറിയ ക്ഷേത്രങ്ങളിലേക്ക് പൂരങ്ങൾക്ക് പോകുമ്പോൾ പ്രത്യേകതയാണിത്. വലിയ ജനത്തിരക്കൊന്നും ഉണ്ടാവില്ല. ആസ്വദിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തെണ്ടി തിരിഞ്ഞ് നടന്ന് വേണ്ടതൊക്കെ മേടിക്കാം. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ കാണാം, വർത്തമാനം പറയാം. അതൊക്കെ അതിൻ്റേതായ ഒരു ഭംഗിയിലങ്ങ് നടന്നു പോകും. അപ്പോൾ ഇത്തരം ക്ഷേത്രങ്ങൾ മിസ്സാക്കേണ്ടെന്നാണ് എനിക്ക് നിങ്ങളോട് പൊതുവേ പറയാനുള്ളൊരു കാര്യം കേട്ടോ. അതെൻ്റെ നാവ് പൊള്ളിച്ച ഐറ്റമാണ്. ആക്രാന്തം കൊണ്ടാണെന്നൊന്നും ആരും പറയാൻ നിൽക്കണ്ട. നിങ്ങളൊന്ന് നോക്കിയേ ഈ ജനത്തിരക്ക്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഫുൾ ടൈം കൈകുട്ടിക്കളി നടന്നിരുന്നു എന്നുള്ളത്? പക്ഷെ അതാട്ടോ സത്യം. ഓരോ ടീമിൻ്റെയും ഒന്നുമില്ലതെയും വെറൈറ്റി പെർഫോമൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നെ അതൊരു ആവേശമാണ്. വീണ്ടും വീണ്ടും ഡാൻസ് കളിക്കാൻ. ഈ ഡാൻസ് പരിപാടികൾ കൊണ്ട് ലോകം കണ്ട ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. കുഞ്ഞു മക്കൾ മുതൽ പ്രായമായവരെ വരെ ഇതിനിറങ്ങുമ്പോൾ ഇത് ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെയാണ് നമുക്ക് തരുന്നത്. അതിലേറെയാണ് ഇത്തരം കാണികൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാവുമ്പോൾ. നമ്മുടെ നൊസ്റ്റാൾജിയ ബലൂൺസിലൂടെയൊക്കെ നമ്മളിങ്ങനെ നടന്നു നീങ്ങി ശരിക്കും പറഞ്ഞാൽ ഈ പൂരം കണ്ട് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര വൈബുള്ള പരിപാടി കേട്ടോ. ഇത് തീരെ ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. അവർക്ക് ചായയും മസ്കാതൊന്നും കഴിക്കുന്ന പോലെയാണ് ഈ കാണുന്നത്. അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഈ ചെയ്യുന്നത്. കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഓൺ വോയിസ് വരുമെന്ന് നമുക്കറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ടിഷ്യൂ ആയിരിക്കുന്നുണ്ട് തോന്നുന്നു. ട്രോളാൻ കിട്ടുന്ന ഒരവസരം അവൻ പാഴാക്കുന്നില്ലെങ്കിൽ ഞാനതൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പൂരക്കാഴ്ചകൾ. അപ്പോൾ താങ്ക് യു.